തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയൻ എതിർത്തതോടെ സർക്കാരിനും CPM-നും ഡോക്ടർ വെറുക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മളുടെ ഇപ്പോൾ കാണുന്നത്. ഡോക്ടർ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഡോക്ടറെ എതിർത്ത് രംഗത്തു വന്നു. മന്ത്രി GR അനിൽ, മന്ത്രി സജി ചെറിയാൻ എന്നിവരും പടവാളുമായി എത്തി. കടന്നൽക്കൂട്ടം മുഴുവനും ഇപ്പോൾ ഡോക്ടർക്കെതിരെ ഇളകിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വിമർശനം ശരിവെച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മന്ത്രി പുങ്കവന്മാരുടെ തള്ളുകൾ എന്നുകൂടി ഓർക്കണം. ഉപകരണങ്ങൾ വാങ്ങുന്ന അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കാൻ നടപടിക്രമം അടിമുടി മാറ്റണമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതി നിർദ്ദേശം വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഏറ്റവും രോഗി സാന്ദ്രതയേറിയ യൂറോളജി വിഭാഗത്തിൽ മതിയായ സംവിധാനമില്ലെന്നായിരുന്നു സമിതിയുടെ വിലയിരുത്തലും. ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ ഡോക്ടർ ഹാരിസ് സിസ്റ്റത്തെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയതാണെന്നും കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചതാണെന്നുമുള്ള തിട്ടൂരവും വാക്ചാതുര്യവുമായിട്ട് രംഗത്ത് വരുന്നത്. മൂത്രാശയക്കല്ല് പൊടിക്കുന്ന ലാത്തോക്ലാസ് പ്രോബ് ഉപകരണക്ഷാമത്തെ തുടർന്നാണ് ഡോക്ടർ ഹാരിസിന്റെ യൂണിറ്റിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത്. HDSന്റെ ഫയൽ നീക്കം സുഗമമാക്കണം, ഫയൽ കടന്നു പോകുന്ന തട്ടുകൾ കുറയ്ക്കണം എന്നീ നിർദ്ദേശങ്ങളൊക്കെ റിപ്പോർട്ടിലുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ പ്രൊഫഷണൽ സൂയിസൈഡായി കരുതാമെന്നാണ് ഡോക്ടർ ഹാരിസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുന്നിലുള്ള വഴികളെല്ലാം കൊട്ടിയടക്കപ്പെടുമ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണിത്. എനിക്കെതിരെ നടപടി ഉണ്ടായാലും നിലപാട് തുടരും. ഇടതുപക്ഷ സഹയാത്രികയുടെ നിലയിൽ ഏറെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഗുരുനാഥനാണ്. അദ്ദേഹം എന്നെ എന്തു ചെയ്താലും ബഹുമാനത്തിനൊരു കുറവും ഉണ്ടാകില്ല എന്നും ഡോക്ടർ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സിസ്റ്റത്തിലെ പ്രശ്നമാണെന്ന് സമ്മതിച്ച വീണ ജോർജിന്റെ പ്രസ്താവനയെ തട്ടിച്ചു വെച്ചുകൊണ്ടാണ്. 2 ടീച്ചറമ്മമാരും പിന്നീട് ടീച്ചറല്ലാത്ത മറ്റൊരു കുഞ്ഞമ്മയും ഭരിച്ചിട്ടും ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ആരോഗ്യ മേഖലയെ തെറ്റായി അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് യൂറോളജി വിഭാഗം മേധാവി അദ്ദേഹം ആവശ്യപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണമായ ലാത്തോക്ലാസ് പ്രോബ് ഹൈദരാബാദിൽ നിന്നും വിമാനമാർഗം ശരവേഗത്തിൽ എത്തിച്ചത്. വെള്ളിയാഴ്ച മുതൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ നടത്തിവരുന്നു. 11 ശസ്ത്രക്രിയകളാണ് ഇതിനോടകം നടത്തിയത്. 5 എണ്ണം പ്രോബ് ഉപയോഗിച്ചുള്ള മൂത്രാശയത്തിലെ കല്ലുപൊടിക്കലും അനുബന്ധ ശസ്ത്രക്രിയകളുമായിരുന്നു. 2 പ്രോബുകളാണ് എത്തിച്ചത്. ഇവ 1 മാസത്തോളം ഉപയോഗിക്കാം. 2 ദിവസത്തിനുള്ളിൽ ഒരെണ്ണം കൂടി എത്തുമെന്നുള്ള അറിയിപ്പും വന്നു. ഒന്ന് ഓർക്കണം, ഈ പോസ്റ്റ് ഇട്ടില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? ആശുപത്രിയിലെ പ്രശ്നങ്ങൾ തുറന്നടിക്കാൻ ഇടയാകുന്ന വിധത്തിൽ അവസാന നിമിഷം മുടങ്ങി 23-കാരനായ കാർഷിക കോളേജ് വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഡോക്ടർ ഹാരിസ് തന്നെ നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനുഷ്യസ്നേഹിയായ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന കാര്യം ഇവിടെ അടിവരയിടുകയാണ്. അത് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രഭുക്കൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. ജനജീവിതവുമായി വളരെ അടുത്തുള്ള ആരോഗ്യ മേഖലയിലെ ഒരു പ്രശ്നം ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ഉന്നയിക്കുമ്പോൾ അത് ഭരണകൂട വിമർശനം എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് സത്യത്തിൽ ഗതികേടാണ്. അതിനെ സംസ്ഥാനത്തെ അപമാനിച്ചു, സിസ്റ്റത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാതെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രബുദ്ധമായിരിക്കേണ്ടുന്ന ഭരണകൂടം അന്തസ്സോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണോ? അതോ എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്? റെട്ടേപ്പിസം ഉണ്ടോ? എങ്കിലത് നമുക്ക് പരിഹരിക്കണ്ടേ? ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ ഹാരിസിനെതിരെ ഇളകുന്ന കടന്നൽക്കൂട്ടത്തെയാണ് കാണാൻ സാധിക്കുന്നത്. പഴഞ്ചൻ സ്റ്റാഫ് പാറ്റേണും ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആശുപത്രികൾ ധാരാളമുണ്ട് കേരളത്തിൽ എന്നത് സത്യമാണ്. പക്ഷേ സ്വകാര്യ മേഖലയിലെ ആശുപത്രി സംവിധാനങ്ങൾ കൂടി ഈ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണെന്ന് പറയാം. എന്നാൽ അതിന് പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിക്കണം. ഒരു തവണയെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയവർ ഒരല്പം കാശ് കിട്ടിയാൽ പിന്നീട് ആ വഴിക്ക് പോകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്വകാര്യ ആശുപത്രികളെ പരിഗണിക്കും. കാരണം നമുക്ക് വേഗത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാവണം, വൃത്തി വേണം, മികച്ച ടോയ്ലറ്റുകൾ ആവശ്യമുണ്ട്. ഇതൊന്നും ഇവിടെ ലഭ്യമാകുന്നില്ലെങ്കിൽ പിന്നെ അത് ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ലേ സർ? എന്തുകൊണ്ടാണ് ഇവിടെ മികച്ച ആരോഗ്യ സംവിധാനം ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടാളികളും ഒക്കെ അമേരിക്കയിലേക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്കും പോകുന്നത്? ചിലപ്പോൾ ആശുപത്രിയിൽ പഞ്ഞിയോ മരുന്നോ ഒക്കെ തീർന്നു പോകാമെന്നാണ് മന്ത്രി സജി ചെറിയാൻ വിളിച്ചു പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ആശുപത്രിയിൽ അടിയന്തരമായി ആവശ്യമുള്ള കാര്യങ്ങളാണെന്നാണ്. പഞ്ഞിയും മരുന്നും തീർന്നു പോകാൻ പാടില്ല ആശുപത്രിയിൽ. ഇതൊരു ഏറ്റവും കോമൺ സെൻസ് അല്ലേ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം നടത്തുന്ന ആളുകൾ നിരന്തരമായ സമരത്തിലാണ്. അവർ നൽകിയ ആശുപത്രി ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും കുടിശ്ശിക സർക്കാർ തീർത്തിട്ടില്ല. മന്ത്രി സജി ചെറിയാൻ മനസ്സിലാക്കേണ്ടത് കത്തീഡ്രൽ ഇല്ലെങ്കിൽ ഡയാലിസിസ് മുടങ്ങും, സ്റ്റെന്റ് കിട്ടാതെ വരുമ്പോൾ ബൈപ്പാസ് സർജറികൾ മുടങ്ങും, മരുന്നും പഞ്ഞിയും ഇല്ലെങ്കിൽ ചികിത്സ മുടങ്ങും, സർജറികൾ മുടങ്ങും. നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത് 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള ആശുപത്രി സംവിധാനങ്ങളല്ല,
മറിച്ച് സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആരോഗ്യ മേഖലയെ അവർക്ക് പറ്റുന്ന തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് മാത്രമാണ്. പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ സ്വാഭാവികമാണ്, മനുഷ്യരാണല്ലോ ഇതെല്ലാം പറയുന്നത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കാമെങ്കിലും അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. അത് കണ്ടെത്തി സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് മികച്ച സിസ്റ്റം മാനേജ്മെന്റ്. അതാണ് ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അയാളെ നോക്കി നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ നോക്കി കൊഞ്ഞനം കുത്തി എന്നൊക്കെ പറഞ്ഞത് ശരിയല്ല. തമിഴ്നാട് ഉൾപ്പെടെയുള്ള എത്രയോ സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്നു. ഒരു പക്ഷേ വരുന്ന വർഷങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വികസന സൂചികകളെയൊക്കെ മറികടന്ന് മറ്റ് സംസ്ഥാനങ്ങൾ മറികടന്നേക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? പോകില്ല അദ്ദേഹം. കാരണം അതിനുള്ള കേപ്പബിലിറ്റി, അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അപ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നതിന് പകരം അമേരിക്കയോട് കിടപിടിക്കുന്ന സംവിധാനമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉള്ളെങ്കിൽ അവിടേക്ക് നിങ്ങൾ പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ ഡോക്ടർ ഹാരിസ് വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഡോക്ടർ ഹാരിസിനോടാണ് നിങ്ങൾ പേടിക്കരുത്, പൊതുജനം കഴുതകളല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, സധൈര്യം മുന്നോട്ട് പോവുക.